ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? കുറച്ച് തിരക്കുകളിലായിരുന്നുകൊണ്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും സമയം കിട്ടുന്നത് പോലെ ഇതുപോലുള്ള ഈസി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. എന്നാൽ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. ഇതൊരു ഈസി പേർഷ്യൻ ചിക്കൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. സെലറിയും ചിക്കനുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ചിക്കനിൽ ഇതുപോലെ സെലറി ഇട്ട് വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഒണിയൻ രണ്ടായി മുറിച്ച് ഇതുപോലെ തിന്നായി കട്ട് ചെയ്തെടുക്കാം. സെലറിയുടെ സ്റ്റെംസാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അധികം മൂത്ത് പോകാത്ത 2 സ്റ്റെംസാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത് കേട്ടോ. സെലറിയും പൊടിയായി ഇതുപോലെ അരിഞ്ഞെടുക്കാം. 1/2 കിലോയോളം വരുന്ന ബോൺലെസ് ചിക്കനാണ് നമ്മൾ എടുക്കുന്നത്. അതും ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം. ഇനി പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒണിയനും ഇട്ട് ഒണിയൻ ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കണേ. നമ്മളങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അതൊന്ന് ചെറുതായി കുക്കായി വരുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചില്ലി പൗഡർ, മല്ലിപ്പൊടി, അങ്ങനെ നമ്മൾ ചേർക്കാറുള്ള മസാലാസൊക്കെ ചേർക്കാം കേട്ടോ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അതെല്ലാം ഒന്ന് നന്നായി കുക്കായി വരുമ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി ആ പാനിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. അത് ചെറുതായി കുക്കായി വരുമ്പോൾ ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് കുക്കാവുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സെലറിയും ഒണിയനും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം അടച്ചു വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി പേർഷ്യൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.